ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ബർത്ത്ഡേയും ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതേ ബർത്ത്ഡേ ബോയ് അപ്പയുടെ കൂടെ അതങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കേണ്ടിന്ന് അവൻ നേരത്തോടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിള്ളേർസൊക്കെ ഇന്ന് നേരത്തോടെ എണീറ്റിട്ടുണ്ട്. പാച്ചു പിന്നെ ഇല്ലല്ലോ, തോമും ചാക്കോച്ചനാണ് ഉള്ളത്. അങ്ങനെ രാവിലെ നല്ല അന്തരീക്ഷം, ഇപ്പോൾ വലിയ ചൂടുമില്ല എന്നാൽ എന്താ പറയുക തണുപ്പില്ല, നല്ലൊരു അന്തരീക്ഷം. അങ്ങനെ ദേ രാവിലെ എണീറ്റ് ദേ ഇവിടെ അപ്പയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണു. അപ്പം ഇവിടെ ഡിവൈൻ പറഞ്ഞ പോലെ ഡോണിന് തോമു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഞാൻ പറയും അത്രയും വേണ്ട, കാരണം എനിക്കെന്തോ ഭയങ്കര പേടിയാണ്. ചാക്കോച്ചന് പിന്നെ ഒന്നും അറിയാറായിട്ടില്ലല്ലോ. ചാക്കോച്ചൻ പിന്നെ എൻ്റെ പിന്നാലെയാണ്. ഇപ്പം എന്നെയുമല്ല വേണ്ടത്, അക്കീനെയും പോൾസൺ പാപ്പനെയാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ രാവിലെ ദേ വന്ന് നോക്കിയപ്പോൾ സാധാരണ 2 പേരാണ് കിച്ചണിൽ ഉണ്ടാവാറ്, ഇന്ന് ഡിവൈൻ മാത്രമാണ്. അപ്പോൾ നോക്കിയപ്പോൾ ദോശയ്ക്കുള്ള ചട്നി ഇത് റെഡി. അതിൻ്റെ ഡാഡി നാളികേരമൊക്കെ ചിരകി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ദോശ റെഡി ആവുകയാണ്. അപ്പോൾ എനിക്ക് വിശക്കണില്ല ശരിക്കും പറഞ്ഞാൽ, എന്നാലും ഞാൻ ആ ജോലിയെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം 2 ദോശ കഴിച്ചു. ഡാഡിയും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ദേ തോമു കുളിയും ഇതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്ക് പോകാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നേ. അപ്പോൾ അതേ അനിയൻ ചേട്ടനെ കാത്തിട്ട് താഴ്ത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ പോകാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ നിവൃത്തിയില്ലാത്ത കാരണം വാശിയില്ല, കാരണം ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയൊന്നുമില്ല കേട്ടോ. അവൻ പിന്നെയും വാശി പിടിക്കുക, എന്നോടൊന്ന് എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഡിവൈനോടൊന്ന് എടുക്കാൻ പറയും, അങ്ങനെയുള്ളൂ. വേറെ ആരോടും അങ്ങനെ ഡാഡി അപ്പയോടും എന്നോടാണ് മെയിനായിട്ട് പറയാം. ഡിവൈൻ പിന്നെ കരഞ്ഞാലും വഴക്ക് പറയും. അപ്പോൾ പിന്നെ പേടിയാണ്, മിണ്ടില്ല. എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും കേട്ടോ. അതാണ് അവൻ്റെ മെയിൻ സംഭവം. ഇപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഗേറ്റിൻ്റെ അവിടേക്ക് ഓടല. അപ്പോൾ തോമു എനിക്ക് കാണിച്ചു തരാം, മമ്മി കാല് ഇങ്ങനെ പൊട്ടിയതൊക്കെ കാണിച്ചു തരാം. അപ്പോഴാണ് കുട്ടിക്ക് ഓർമ്മ വന്നത് കുട്ടി ബ്രേസ്ലെറ്റും മാലയും ഊരിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഓടി വന്ന് പറഞ്ഞു, മാം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഊരി വെക്കണം എന്ന്. ഇപ്പം അവനിങ്ങോട്ട് പറയും മാം പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ നമ്മൾ ചിലപ്പോൾ മറക്കും, പറഞ്ഞു ഇങ്ങനെ ഊരി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം നാളെ വീണ്ടും ഇടേണ്ടതാണ്. അപ്പോൾ ഇന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ പറയുന്നത് അനുസരിക്കാത്ത പോലെ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ പറയുമ്പോൾ നമ്മളത് ശരിയാണെങ്കിൽ അത് നമ്മൾ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അവൻ പറഞ്ഞ വഴിക്ക് മാലയും ബ്രേസ്ലെറ്റൊക്കെ ഊരി, ഇനിയിപ്പോൾ നാളെ വേണമെങ്കിൽ അപ്പോൾ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ പോയി കഴിഞ്ഞ് ചാക്കോച്ചനകത്ത് കയറാനുള്ള പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. അവൻ ഇങ്ങനെ എന്താ പറയുക, അവനിങ്ങനെ വണ്ടി ഉന്തി നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. മുറ്റത്തുനിന്ന് കയറാൻ തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഒരു വണ്ടി കഴിഞ്ഞു, ദേ അടുത്ത വണ്ടിയിലേക്ക് കിടന്നു. അപ്പോൾ അവന് തന്നെ അതുമ്പോൾ കയറണം. അപ്പോൾ എനിക്കറിയാം അത് വീഴില്ല എന്നറിയാം, കാരണം സൈക്കിള് സൈഡിൽ 2 വീലുണ്ടല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. വീണാലും അവൻ്റെ മേത്തൊന്നും ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനതിങ്ങനെ നോക്കി നിൽക്കുക. ഞാനത് പറയാൻ കാരണം ഇനിയിപ്പോൾ ഇത് കാണുന്നവരിൽ 1-2 പേരെങ്കിലും ഉണ്ടാവും കുട്ടി വീഴുമ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾക്കറിയാം അവനെങ്ങനെയാ വെച്ചാൽ സ്ഥിരമുള്ളത് അത് മറച്ചിട്ടിട്ട് അതിൻ്റെ വീലും അങ്ങനെ കളിക്കൽ, പിന്നെ ഹോൺ അടിക്കൽ, അങ്ങനത്തെ പണികൾ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അവന് തന്നെ കയറിയിരിക്കണം. അപ്പോൾ തന്നെ കയറിയിരിക്കണേക്കാളും നല്ലത് ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. തന്നെ കയറിയിട്ട് അത് മറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വെയിറ്റ് താങ്ങാണ്ട് സൈഡ് വീണ് കഴിഞ്ഞാൽ തല ശരിക്കും സിമെൻ്റ് അല്ലേ, അപ്പോൾ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. സൈഡ് ചരിച്ചിട്ടിട്ട് ഉള്ള പണികൾ അവനെക്കൊണ്ട് ഞാൻ ചെയ്യിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇപ്പോൾ അവന് എടുക്കണം. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സൈക്കിൾ നിർത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ അവനെ എടുക്കണം. അതാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ കുറേ നേരം ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. പോർച്ചിൽ കാറില്ലാത്ത കാരണം കുറച്ച് നേരം അവിടെ നിൽക്കാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാറ് കിടക്കുന്ന സമയത്ത് കുട്ടികൾ അവിടെ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പുറത്ത് പറമ്പ് ഇങ്ങനെ വെളിമ്പറമ്പായിട്ട് കിടക്കല്ലേ, വല്ലതും അടിയിൽ ചുരുണ്ട് കിടക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അതേസമയം ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുന്ന പോർച്ചാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനും ഒരു സുഖമാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ചെരുപ്പ് സ്റ്റാൻഡ്, എല്ലാവരും പറയും ചെരുപ്പ് പുറത്തിടേണ്ട കാര്യം. അപ്പം ഞാനെപ്പോഴും എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് അറിയില്ല, ശ്രദ്ധിക്കില്ല. പെട്ടെന്ന് തിരക്കിൽ വന്ന് ചെരുപ്പിടും, പ്രത്യേകിച്ച് കവറിങ്ങുള്ള ചെരുപ്പുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ ചെരുപ്പുകൾ എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പോർച്ചിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ അതൊക്കെ തട്ടി മറിച്ച് എന്താ പറയുക രണ്ടാമതൊന്ന് ഫ്രഷാക്കി വെക്കും ചെരുപ്പുകൾ. അപ്പോൾ അങ്ങനെ തോമുട്ടൻ്റെ ഇല പെറുക്കി കൊണ്ടുവരികയാണ് ശരിക്കും ചാക്കോച്ചൻ ഇല പെറുക്കുമ്പോഴേക്കും പ്ലാവില്ലാണ്ടായി. അല്ലെങ്കിൽ ചാക്കോച്ചൻ ഇല പെറുക്കി തോറ്റേനെ കേട്ടോ. അപ്പോൾ ആ ചുട്ടനായിരുന്നു ഇല പെറുക്കി അപ്പുറത്തെ പറമ്പിലേക്ക് ഇടൽ മെയിനായിട്ട് പണി.
അങ്ങനെ ഇവനെ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് നടക്കുമ്പോഴാണ് ഇതാ സ്വിച്ച് കണ്ടത്, ഗേറ്റിൻ്റെ സ്വിച്ച്. അപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ മെയിൻ ഹോബി സ്വിച്ച് ഇടല. അപ്പോൾ സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് കത്താണ്ടായപ്പോൾ അവന് ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി. കാരണം അപ്പോഴേക്കും പതുക്കെ വെയിൽ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽ ഉദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് നിന്നാൽ ഭയങ്കര ചൂടാട്ടോ. വെയിൽ വേറെ മരങ്ങളൊന്നുമില്ലല്ലോ, അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറി. പക്ഷേ അകത്ത് കയറിയപ്പോഴേക്കും അവന് അകത്ത് നിൽക്കാൻ തീരെ താല്പര്യമില്ല. ഇപ്പോൾ പോകണം അവന് പുറത്തേക്ക്. അപ്പോഴാണ് നമ്മൾ പിള്ളേരുടെ ജീപ്പ് കണ്ടിട്ടുണ്ടല്ലോ, ആ ജീപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ളതാണ്. ചാക്കോച്ചൻ്റെ അല്ല, സോറി, തൂമുട്ടൻ്റെ. പാച്ചൂട്ടന് സെക്കൻഡ് ബർത്ത്ഡേക്കാണ് ജീപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ജീപ്പ് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ആൾ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡിവൈൻ ടോ. അപ്പോൾ ഞാനിവിടെ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ വളകളും കാര്യങ്ങളും ഒതുക്കുന്നത്. അപ്പോൾ ഇന്നെന്തോ പതിവില്ലാണ്ട് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ അമ്മച്ചീനെ സ്വപ്നം കണ്ടു. അപ്പച്ചനെയും അമ്മച്ചീനെയും പണ്ടത്തെ വീടും ആ പരിസരവും കാര്യങ്ങളും എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര, ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഫുൾ അമ്മമാരുടെ പാട്ടുണ്ടല്ലോ, കുറേ കണ്ടമാനം പാട്ടുകളുണ്ട്, ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും. അതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ഓരോ പണികളെടുത്തെടുത്തെടുത്ത് വന്നപ്പോൾ നമ്മളുടെ കുറേ പഴയ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന്, അപ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ. ആരും ഇല്ലെങ്കിൽ അത് നടക്കുള്ളൂ കേട്ടോ. കുട്ടികളുള്ളപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ആരും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് പണികളെടുത്ത് അപ്പോഴേക്കും ഡിവൈൻ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും വെക്കണ്ടായിരുന്നു. പക്ഷേ ഡിവൈൻ അത് ശ്രദ്ധിച്ചില്ല. ഡിവൈൻ ഇറച്ചിയും കുറുക്കിയും വെച്ചു, പിന്നെ വേറെ എന്തുട്ടാ കയ്പക്കായും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാക്കോച്ചനൊന്നും ഉറങ്ങിയത്. ആ നേരത്ത് പോൾസൺ പേപ്പർ വന്നു. പോൾസൺ പേപ്പറിൻ്റെ ഒച്ച കേട്ടത് അവൻ ചാടി എണീറ്റ് വന്നു കേട്ടോ. പിന്നെ പോൾച്ചാട്ടിനോടുള്ള വർത്താനവും എന്താ പറയുക ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പോൾസൺ പേപ്പറിനും അക്കിക്കും ഡയോൺ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരേപോലത്തെ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഡിവൈൻ പോയിട്ട് അത് കംപ്ലീറ്റ് സിമ്മിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾസൺ പേപ്പർ ഇവിടെ പിങ്കിലേക്ക് മറ്റേ എന്തോ സ്റ്റിച്ച് ചെയ്യാൻ വന്നത്. അപ്പോൾ അതോടുകൂടി ഇവനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ പോകുമ്പോൾ ഡാഡി പറഞ്ഞു ഞാൻ എന്തായാലും തോമൂന് എടുക്കാൻ പോവുകയാണ്, അതോടുകൂടി പോൾസൺ പേപ്പറിനെ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേര് ചേട്ടനും അനിയനും കൂടി ഇറങ്ങി. അപ്പോൾ ഈ മോൻ അവിടെ ഇരുന്ന് ജീപ്പ് നന്നാക്കുക. അപ്പോൾ ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ കറക്റ്റ് ഈ മോൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ എല്ലാ വീടുകളിലും കുട്ടികളുള്ള വീടുകളിൽ ഒരുവിധം വീടുകളിലൊക്കെ ഒരു കളിപ്പാട്ടം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കേടാവും. അപ്പോൾ ഇത് നമ്മളത് കേടായില്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റിയിടും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യായിക്കോ. ഇങ്ങനെ 1-2 പേരുണ്ട്. ഇതിപ്പോൾ ഇവൻ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയി ചെയ്ത് കൊടുക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അത് ഞാനതാ പറയുക, വിശദ വിവരങ്ങൾ ഡിവൈൻ പറയുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ വന്ന് ജീപ്പ് നന്നാക്കി ഇവിടെ തന്നെ ഭക്ഷണം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതാ. ഫുഡിൻ്റെ മറ്റേ നമ്മുടെ വലിയ കാറുകളുടെ പാർട്സ് മാറണ പോലെ തന്നെ, സ്പെയർ പാർട്സ് മാറണ പോലെ തന്നെ ഈ കുട്ടി ജീപ്പിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു തുകയായിട്ടോ. നമ്മൾ പറയില്ലേ വലിയ വണ്ടികൾ നന്നാക്കുമ്പോൾ അതിനനുസരിച്ച് മെയിൻ്റനൻസിനും കാശ് കൂടുന്നു, അതുപോലെ തന്നെയാണ് ഇതിനും ഇതിൻ്റേതായ കാശുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഡിവൈൻ കുഷ്യനുകളൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യം ഉണ്ടായില്ല, അഴുക്കൊന്നും കാര്യമായിട്ട് പോയില്ല. അപ്പോൾ ഞങ്ങളത് പിന്നീട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം. അങ്ങനെ ഇത് റിമോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേ ശരിക്കും ഓടിക്കുന്ന പോലെ ആക്കി. കാരണം ഇനിയിപ്പോൾ ഇവർക്ക് റിമോട്ടിലിരുത്തിയിട്ട് നമ്മൾ പിന്നാലെ ഉന്തി നടക്കേണ്ട മറ്റേ ഇതിൻ്റെ പ്രായം കഴിഞ്ഞു. ചാക്കോച്ചനായാലും ഇനിയിപ്പോൾ ചേട്ടന്മാർ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡാഡി തോമൂനെ കൊണ്ടുവരണോട് കൂടിയിട്ട് തോമൂന് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈനാപ്പിളും കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പൈനാപ്പിൾ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് പോരാ, എന്നാലും പിന്നെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. അപ്പോൾ ഈ പൈനാപ്പിൾ മുറിക്കുമ്പോൾ അതിൻ്റെ മൂക്കുണ്ടല്ലോ, മൂക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. സെൻട്രൽ പാർട്ടില്ലേ ഇത്തിരി ഹാർഡായിട്ടുള്ളത്, അത് എനിക്കുള്ളതാണ്. ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് മൂക്ക് എനിക്കും ഡാളിക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം കുറേ സാധനങ്ങൾ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള, രാവിലത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു, ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ഡിമ്പിളിൻ്റെ കുറച്ച് സാധനങ്ങളും എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഇരുന്നും കൊണ്ട് സെൻഡ് ചെയ്തു. എനിക്കും ഡിവൈനും ഡാഡിക്കും മാറി മാറി സെൻഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആരാണോ ഫ്രീ അവർ അത് പാക്ക് ചെയ്ത് അയക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ
അങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പേളിൻ്റെ സെറ്റ്, വലിയത് തൊട്ട് ചെറുത് വരെയുള്ള നല്ലൊരു സെറ്റാണ് കേട്ടോ. ഇത് അതുപോലെ ക്ലിപ്പ് ബാങ്കിൾ, പിന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ മറ്റേ ഈ ടൈൻ്റെ മാല, ഇത് നമ്മുടെ സ്പ്ലിറ്റ് ബാംഗിൾസ്, ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പക്ഷേ ഞാൻ കൊണ്ടുവന്നപ്പോൾ സാധാരണ പോലെ നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്ന കാരണം കുറേ പേർക്ക് ഇഷ്ടമുണ്ട്. കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്കൊന്ന് കാണിച്ചാൽ മതി ആൻറ്റി, ഞങ്ങൾക്കിപ്പോൾ കാണുകയും ചെയ്യാമല്ലോ എന്ന്. കാരണം എനിക്കത് നടക്കണില്ല, വീഡിയോ എടുത്തിട്ട് മറ്റേ ചാനലിൽ ഇടുക എന്ന് പറഞ്ഞാൽ നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സാൻഡ് സ്റ്റോൺ, ഞാൻ പറഞ്ഞില്ലേ സാൻഡ് സ്റ്റോൺ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുണ്ട്. സാൻഡ് സ്റ്റോൺ, ഇത് റൂബി എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരെണ്ണെങ്കിലും നമുക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ. അത്രയും ഡിമാൻഡാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. റൂബി ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ സാൻഡ് സ്റ്റോൺ 1 ലെയറും 2 ലെയറും വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ പോയിട്ടത് ഈ ലക്ഷ്മിയുടെ വളയാണ്. ഇത് ശരിക്കും 3 സൈസ് ഉണ്ട്. അപ്പോൾ ഇത് കാലത്തും ഇത് ഇത്രയും അയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് അതുപോലെ നവരത്നത്തിലത്തെ ഒരു കല്ലിൻ്റെ മാലയാണ്. ഇതിൻ്റെ തന്നെ 2 ലെയർ ഉണ്ട്, 1 ലെയർ ഉണ്ട്, പിന്നെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. 2 ലെയറും 1 ലെയറും ഞാൻ പറഞ്ഞത് മാലയാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ മറ്റേ വള, അത് ഞാൻ ഇന്നലെ കാണിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇത് ഈ 10 പിടിയുണ്ട്, 8 പിടിയുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ രണ്ടും കൂടി ശ്രദ്ധിച്ചറിയാം, ഒരെണ്ണത്തിൻ്റെ അപ്പുറം ക്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇപ്പുറത്ത് വെറുതെ മുത്താണ്. അപ്പോൾ അതിന് പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ സ്റ്റോൺസിന് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇത് മുത്താണെങ്കിൽ മറ്റേത് ക്രിസ്റ്റലാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം വിലയിലും ഉണ്ട് കേട്ടോ. കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷേ പെട്ടെന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ നമുക്ക് തൊട്ട് അടുത്ത് കണ്ടാൽ അറിയാം ഒന്ന് ക്രിസ്റ്റലും ഒന്ന് മുത്തുവാണെന്നുള്ളത്. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു സാധനം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് അവിടെ ഉണ്ടല്ലോ, അവിടെ ഇത്ര രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ക്രിസ്റ്റലാവില്ല, ചിലപ്പോൾ മുത്താവും, ചിലപ്പോൾ പ്ലേറ്റഡ് ആവില്ല. അങ്ങനെ പല കാറ്റഗറി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുട്ടികളോട് പറയും, ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പറയും ഈ സാധനം ഓൺലൈനിൽ ഇത്രയേ ഉള്ളല്ലോ എന്ന് പറയും. അപ്പം ഞാൻ അവരോട് അപ്പം തന്നെ ചോദിക്കും, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ലാഭം തോന്നുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുക. നമ്മളാരും നിങ്ങളിത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്നേ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരം, ഉച്ചയ്ക്ക് നല്ല ഇന്നത്തെ ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുന്നത് ഒഴിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ 1 മണിക്കൂർ എന്താ പറയുക നല്ലോണം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് ഞാൻ പറയാം എപ്പോഴാണ് എന്താണെന്നൊക്കെ. അങ്ങനെ ഇന്ന് ഡോണിനൊക്കെ ജിജോൻ്റെ വീട്ടിൽ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെരുന്നാളുണ്ട്, തെങ്ങാലൂർ അങ്ങനെയാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അമ്മയും മക്കളും റെഡിയായി. അപ്പം 5:30 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വന്നു, ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതുവരെ തോമുപ്പോൾ കുറച്ച് നേരം ചാർജ് കയറിയപ്പോൾ അതിൽ തന്നെ ഓടിക്കണം. അപ്പോൾ അവൻ ഇനിയിപ്പോൾ റിമോട്ട് വേണ്ടാന്ന് പറഞ്ഞില്ല, ആ സെറ്റിങ്സ് മാറ്റി. അങ്ങനെ ശരിക്കും അതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും കയറ്റി ചാർജ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സോളാർ ആയതുകൊണ്ട് പിന്നെ അത്രയും വലിയ ടെൻഷനില്ല. ഇതായാലും 2 വീലർ ആയാലും ഒക്കെ ചാർജിങ് ആണ് കേട്ടോ, ചാർജ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അത് ഊരിയിട്ടേന്ന് തോന്നുന്നുണ്ട്. കാരണം അത് ഒന്നേന്ന് ചാർജ് ആയിക്കോട്ടെ എന്ന് ആ കുട്ടി വന്ന മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് തോമുവിൻ്റെ ബാഗിൽ ഫുള്ള് വെള്ളം പോയി, വാട്ടർ ബോട്ടിൽ കമന്നിട്ട്. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു. അത് എടുത്ത് സിറ്റ് ഔട്ടിൽ വെച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉമ്മറം തൊട്ട് ഒതുക്കാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പോയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പാച്ചുവിന് തോമുവിന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവന് മിൽക്ക് ബിക്കീസ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഇന്നലെ ഡോൺ വന്ന് ഇങ്ങനെ എന്താ പറയുക ഒതുക്കി വയ്ക്കുമ്പോൾ ഞാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെ എന്ത് ബിസ്ക്കറ്റ് ആയിരിക്കണമെന്ന് അറിയില്ല. മുമ്പ് എനിക്കാണ് അതൊക്കെ അറിയണത്. അപ്പോൾ ഡോൺ വേഗം വന്ന് അവന് മിൽക്ക് ബിക്കീസ് തന്നെ വേണം. ഇപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഹൈഡ് ആൻഡ് സീക്ക് മതി, മിൽക്ക് ബിക്കീസ് മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അതൊക്കെ കൈപിടിച്ച് 2 പോവുകയാണ് കേട്ടോ യാത്രയാവാൻ. അപ്പോൾ ഡിവൈൻ്റെ ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ, കാണാൻ നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഡിവൈൻ ഗേറ്റൊക്കെ തുറന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക 5:30 പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉമ്മറം തൊട്ട് അടിച്ചു വാരിയെടുക്കാൻ, മറ്റേ സെറ്റ് ഒതുക്കാനായിട്ട് തുണികളൊക്കെ എടുത്തിട്ട് അത് മടക്കി വെക്കണം. കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തു കേട്ടോ. പിന്നെ ഉച്ചയിലത്തെ തൊട്ടുള്ള പാത്രങ്ങൾ അവിടെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പാക്കിങ്ങിൻ്റെ തിരക്ക് പറഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങി വെച്ചത്. പക്ഷെ തുടങ്ങി വെച്ചിട്ട് ഒന്നും ആയില്ല. കാരണം എന്താ വെച്ചാൽ
ഞാൻ അറിയാമല്ലോ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനിന്ന് കുറച്ച് നേരം ഫ്രീ ആയി ഇപ്പോൾ ഗ്രൂപ്പിൽ കയറി കുട്ടികളായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു. കാരണം വല്ലപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റാറുള്ളൂ കുട്ടികളായിട്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഇതാ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ കുറച്ച് തുണികൾ കൊണ്ടുവന്നിട്ടു, ഇനി ബാക്കി ഇനിയും കുറേ ഉണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് മടക്കി വെക്കണം. ഇവർ വരുമ്പോഴേക്കും കംപ്ലീറ്റ് കുട്ടപ്പനാക്കി ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നമുക്കും ഈ ഫ്രീ ആവാൻ കുറച്ച് സമയം വല്ലപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയം നമ്മളത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പണികൾ കഴിച്ചു വെച്ച് കുറച്ച് നേരം കുട്ടികളോട് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പട്ടികൾക്കുള്ള ഭക്ഷണം, കാരണം അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു പരിപാടി കഴിഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇന്ന് റേഷനരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡാഡി എനിക്ക് കുപ്പികളിൽ പകർത്തി തന്നു. അപ്പോൾ ഈ സെക്ഷൻ മുഴുവൻ ഞാൻ പട്ടികൾക്കുള്ള സംഭവമായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അത് അവിടെ നിന്ന് മാറ്റണം. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ, കുറച്ച് ദിവസമായിട്ട് അവിടെ ഇരിക്കുക തന്നെയാണ്, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് ആ വെച്ച ചോറിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അരി കൊണ്ടുവന്നു, അതിൽ നിന്ന് കുറച്ച് ചോറ് വെച്ച് അപ്പോൾ ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ 2 ദിവസം കണക്കാക്കി വെക്കും. ഇന്നിപ്പോൾ എടുക്കും, ബാക്കി ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കും. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് ഇറച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ശനി ഞായറൊന്നും വേണ്ടി വരില്ല. അപ്പം നാളെ വേണ്ട, നാളെ കല്യാണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനിപ്പോൾ ബാക്കിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ കട്ട്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ ഞാനും ഡാഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡാഡിയോട് ചോദിച്ചു കട്ട്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ രാത്രിയിലേക്ക് എന്താ ചെയ്യേണ്ടത്, ചോറൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ കുഴലപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ ബാക്കി പരിപാടികൾ ചെയ്യാൻ വെച്ചാൽ കട്ട്ലേറ്റും കാപ്പിയും ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കുട്ടികളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പുതിയ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്നും എന്നോട് പറയും കുക്കിംഗ് വീഡിയോ ഇട് എന്ന് പറയാറില്ലേ. അപ്പം ഞാനൊരു ഇങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോയുടെ ഇടയിൽ, എല്ലാ ദിവസം പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റാവുന്ന ദിവസങ്ങളിൽ ഇടയിലിടയിൽ ഓരോ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർ കുക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ഡിഷുകൾ നിങ്ങൾക്കും കിട്ടും. എനിക്കും അത് എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കി നോക്കാൻ ചിലപ്പോൾ നേരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾ ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ 1ാമത്തെ വാർഷികമാണ് 27-ാം തീയതി. എൻ്റെ ബർത്ത്ഡേക്കാണല്ലോ കഴിഞ്ഞ വർഷം മീറ്റപ്പ് വെച്ച് അന്ന് തൊട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അങ്ങനെ 10:15 ആയപ്പോഴേക്കും ഡിവൈനും ഡോണും കുട്ടികളും വന്നു. അപ്പോൾ ഞങ്ങൾ ഡാഡി പറഞ്ഞു ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, ഒരു കട്ടൻ മാത്രം മതി, അത് ഡാഡി തന്നെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത സെക്ഷൻ ഒതുക്കുകയാണ്. അപ്പോൾ ഇത് 2 or 3 സെറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്, ഒരു മാലയും 2 വളയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മാല ഈ പറഞ്ഞോണം 2 or 3 പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഓർഡർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ത്രെഡ് ഇട്ടാലേ ഭംഗിയിൽ കെടുക്കണുള്ളൂ. അപ്പോൾ ഈ വളയൊക്കെ ഞാൻ ഇതെനിക്ക് തോന്നുന്നു റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ക്ലിപ്പാട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്, എന്തോ കയറി വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എടുത്ത ഐറ്റംസ് ഡിമ്പിളിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഇടയിൽ കയറി വന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ ഉറക്കപ്പിച്ചയിൽ ചെയ്യുമ്പോൾ ചില സംഭവങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കയറി വരും. സാധാരണ ആരെങ്കിലുമൊക്കെ അയച്ച വീഡിയോ ആണ് വരാറ്. ഇന്നിപ്പോൾ പിന്നെ ഇട്ട വീഡിയോ തന്നെ വന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെയാവും ചെയ്യാം. എന്നാലും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ 9 മണിയാകുമ്പോൾ അത് കാത്തിരിക്കില്ലേ എന്നുള്ള ആ ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ രാത്രി ആയാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് കുറേ ലേറ്റായി, നല്ലോണം ലേറ്റായി. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്ന് തെറ്റാട്ടോ. ഞാൻ ഇത്തിരി എന്താ പറയുക പിന്നാക്കം വെച്ചു, പിന്നെ ആവാം എല്ലാതും എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വളകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിപ്പും കൂടി വൈകുന്നേരം വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതെന്തുട്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു സെറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വളകളില്ലേ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 ഡസൻ വള വാങ്ങി അപ്പുറത്തും ഇപ്പുറത്തും തടവളയിടുക അങ്ങനെയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലതരം വളകളാണ് എടുക്കുന്നത്, അതായത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ തരം ലക്ഷ്മിയുടെ വളകൾ അവരെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 തരം. അപ്പോൾ അതൊക്കെ ഇനി പാക്ക് ചെയ്യണം. അപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിൽ പല സൈസാണുള്ളത്. അപ്പോൾ ഞാൻ
അവരാവശ്യപ്പെട്ട സൈസ് അനുസരിച്ച് വേണം എനിക്കത് പാക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ പരിയപ്പുറത്തേക്ക് നമ്മൾ മുമ്പ് ഇവിടെയൊക്കെ ഉണങ്ങി ആകെ ഇതിലല്ലേ കിടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാതും നല്ലോണം പച്ച പിടിച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യെത്തുന്ന സ്ഥലത്തുണ്ടല്ലോ സാധനം. അപ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങുമ്പോഴായാലും ഇപ്പോൾ രാത്രി ഇപ്പോൾ ഈ സമയത്തായാലും ഇപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാനോ എടുക്കാനോ ഒക്കെ പറ്റും, തുണി തോരിയിടുമ്പോഴോ അല്ലെങ്കിൽ തുണി എടുക്കുമ്പോഴോ. അപ്പോൾ കൺവെട്ടത്തെ ആയ കാരണം എല്ലാതും ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കണം. എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, വൈറ്റ് വാഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഒന്നും എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. കാരണം അടുത്ത ഞായറാഴ്ചയാണ് പെരുന്നാൾ. ഈ ഞായറാഴ്ച അല്ല, അടുത്ത ഞായറാഴ്ച. അപ്പോഴത്തേക്കും പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പറ്റിയാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ വെച്ചിട്ട് ഈ പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ. കാരണം ഇതിൻ്റെ മണം വരുമ്പോൾ പിള്ളേർക്ക് അത് പ്രത്യേകിച്ച് ചാക്കോച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമോയെന്നറിയില്ല. ചെയ്യണം എന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. കാരണം 2-3 പ്രാവശ്യം ഈ പൊളിച്ചും അടയ്ക്കും അങ്ങനെ വന്നിട്ട് ആകെ അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കണേ. അപ്പോൾ ഒന്നിട്ടിട്ടൊന്ന് പറയാം കേട്ടോ, നമ്മളുടെ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് അവർ പണിതല്ലോ. ഇപ്പോൾ അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് പൊട്ടിയെന്ന് പറയുന്നുണ്ട്. കുട്ടികൾ വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് പൊട്ടിയിട്ട് വെള്ളം ഒലിക്കിൻ്റെന്ന്. അപ്പോൾ ഞാൻ പറയായിരുന്നു നമ്മളുടെ കുറച്ച് കാശ് അങ്ങനെ പോവാണ്ടായിരുന്നു. സാരമില്ല, ആശുപത്രിയിലൊന്നും അല്ലല്ലോ കൊടുത്തത്, സാരമില്ല, ഒരു കുറച്ച് പണിക്കാരല്ലേ അത് കൊണ്ടുപോയത്, അത് സാരമില്ല, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക. അങ്ങനെ അരിയൊക്കെ പകർത്തി വെച്ചതാണ് കേട്ടോ. അത് അപ്പോൾ 6 കിലോനാ അങ്ങോട്ട് ഒന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നിങ്ങൾ കുറച്ച് പേര് വിചാരിക്കാമോ ഇത് ഞങ്ങൾക്കറിയാം, ഇതിപ്പോൾ മുളപ്പിച്ചത് കഴിക്കാനല്ലേ, അതൊന്നും അല്ല കേട്ടോ. ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഞാൻ, അതാണ്. അങ്ങനെ ഡാഡി കട്ടൻ വെച്ച് ഡാഡി പോയി കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ എന്നേക്കാളും ശരിക്കും ഒരു 1.5 മണിക്കൂർ മുമ്പ് ഡാഡി കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഡാഡി കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുഴലപ്പം കൊണ്ടുവന്നുണ്ടല്ലോ, എന്നാൽ ഒരു കുഴലപ്പം കഴിച്ചിട്ട് കിടക്കാം. കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഈ ഷർട്ട് ഇവിടെ കിട്ടേക്കണേന്ന്. അപ്പോൾ ഈ ഷർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ പുറത്താണ് ഇന്ന് ഉച്ച തിരിഞ്ഞാണ് ഞാനത് വാഷ് ചെയ്തത്. അപ്പോൾ അത് പുറത്തിടാനായിട്ട് എനിക്കൊരു വിഷമം. അപ്പോൾ ഞാൻ എന്നായിട്ട് ഉണങ്ങിയിട്ടുമില്ല. അപ്പോൾ ഞാൻ വേഗം ഇവിടെ കൊണ്ട് കൊളുത്തിയതാണ്, നാളെ രാവിലെ തിരിച്ചവിടെ തന്നെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതാത് ബോക്സുകളിലാക്കി കവറിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ലക്ഷ്മിയുടെ വളയാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞ വള. ഇതിൽ ശരിക്കും 3 സൈസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നുണ്ട് 3 സൈസ് ഉണ്ട്. പക്ഷേ കണ്ട ഒറ്റ ഇതാണെന്ന് തോന്നുന്നുണ്ടോ, 3 വലിപ്പത്തിലുള്ള ലക്ഷ്മിയാണുള്ളത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു 4 or 5 ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് 2 സൈസ് തൊട്ടുണ്ട് കേട്ടോ. 2, 4, 6, 8, 10 വരെ ഉണ്ട്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വരാറില്ല, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വള. ഇത് സാധാരണ ലക്ഷ്മി ഒരു ഇതില്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടര് ഒരു 4-5 തരം ലക്ഷ്മിയുടെ വളകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് തന്നെ പുറത്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതിൽ കല്ലുള്ളത് കൊടുത്തിട്ടുണ്ട്, കല്ലില്ലാത്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പലതരം വളകൾ ഇടകലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേർക്ക് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് പല സൈസിലാണ് എടുത്തേക്കണേ. അതായത് 2, 4, 2, 8 അങ്ങനെയുള്ള സൈസുകളിലാണ് എടുത്തേക്കണേ. ഇതെനിക്ക് തോന്നുന്നു കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒരെണ്ണം കൂടി ബാലൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും കല്യാണ പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ അത് പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. ഭയങ്കര ഭംഗി ആ ഒരൊറ്റ വളയും അതിൻ്റെ അപ്പുറത്ത് ഈ 2 ഒറ്റ ഇത് ഇട്ടാലും മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മുടെ ടൈൻ്റെ മാല. ഇത് ഈ പറഞ്ഞ പോലെ ചരട് ഇടണം, ബാക്കിൽ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. മടിച്ച് കോതയായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്തത്. കാരണം ഒരു പരിപാടിയും കഴിഞ്ഞില്ല. പക്ഷേ ഈ തുണികൾ ഞാൻ ഇന്ന് മടക്കിയിട്ട് കിടന്നുറങ്ങുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എക്സ്പോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. ആ സമയം കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വേറെ നാളെ ഇനിയിപ്പോൾ കല്യാണമാണ്. അന്ന് ഞങ്ങൾ സമ്മതത്തിനൊക്കെ പോയില്ലേ, അവിടുത്തെ കല്യാണമാണ് നാളെ പുഴയോരത്താണ്. നാളെ രാത്രിയിലാണ്. അപ്പോൾ എപ്പോഴാണ് മടങ്ങുകയെന്നറിയില്ല. വന്നിട്ടുള്ള വിശേഷങ്ങൾ നാളെ പറയാം കേട്ടോ. അതുവരയ്ക്ക് എല്ലാവർക്കും ബായ്.